രാവിലെ ഉറക്കപ്പായി എണീറ്റ പാട് നമ്മൾ പുറഞ്ഞാണിക്ക് പോയിരുന്നു കേട്ടോ. ബീഫ് വാങ്ങാൻ പോകുന്ന വലിയ കാര്യമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതിൽ പന്നിയും ചിക്കനും മീനൊക്കെ വെക്കാറുണ്ടെങ്കിലും ബീഫ് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. അച്ഛനും ഏട്ടന്മാരും ഞാനും രജിയൊക്കെ ബീഫ് നല്ലോണം കഴിക്കുമെങ്കിലും അമ്മ ഇതുവരെ ബീഫ് കഴിച്ചിട്ടുമില്ല, വീട്ടിൽ ഇതുവരെ കയറ്റിയിട്ടുമില്ല. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരു ഡയലോഗ്, എന്തിനാണ് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, ബീഫും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. കേട്ട പാട് നമ്മൾ തീരുമാനിച്ചിന് എന്തായാലും ഇപ്രാവശ്യം ചേച്ചി പോകുന്നതിന് മുമ്പ് ബീഫ് വാങ്ങുന്നത്. ഉണ്ടാക്കി തന്നാൽ മാത്രം ഞാൻ കഴിക്കും എന്നാണ് അമ്മ പറഞ്ഞതുകൊണ്ട് ബീഫ് ഉണ്ടാക്കുന്ന പണി മൊത്തം എൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് രാവിലെ ചായ കൂടി കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ പണിക്ക് ഇറങ്ങി. ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കി കുക്കർ അടുപ്പത്ത് വെച്ച സമയത്താണ് കുഞ്ഞാമത്തിയും ഈശ്വിയും അതും കൂടി പഴുത്ത ചക്കയും കൊണ്ടുവന്നത്. ചക്ക ഇഷ്ടമല്ലെങ്കിലും പഴുത്ത ചക്ക ഇട്ട് ഞാൻ അത്യാവശ്യം നല്ലോണം തിന്നു കേട്ടോ. അതും കഴിഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്തിന്. മഴയൊക്കെ ആയതുകൊണ്ട് കെട്ടിയതിൻ്റെ കൂടെ വരാന്തിലിരുന്ന് കുറച്ച് സൊള്ളിയൊക്കെയാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ പനി വരുന്നില്ല കോൺസെപ്റ്റ് ഒന്നും എൻ്റെ മൈൻഡിൽ ഇല്ലാത്തതുകൊണ്ട് വസൂട്ടം പോയിക്കോട്ടെ എന്ന് പറഞ്ഞേരം ഞാൻ അങ്ങ് വിട്ടു. ആദ്യം ചെറിയ ചാറ്റിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പറ മഴയായിരുന്നു. അന്നേരം തോന്നി കെട്ടിയതിൻ്റെ കൂടെ സൈക്കിളിൽ ഒരു റൈഡ് പോയേക്കാന്ന്. സൈക്കിളോട്ടും കഴിയുമ്പോൾ നല്ല പോലെ നന്നിട്ടാ വന്നേ. അതോടെ പോയി കുളിച്ച് പിന്നെ ചോറുണ്ണായിരുന്നു. അങ്ങ് സ്ഥിതിക്ക് എന്തായാലും അമ്മ ബീഫ് കഴിക്കുന്ന വീഡിയോ കൂടി വേണ്ട. ആദ്യം ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ. എന്നാലും തീരെ കഴിക്കാണ്ടൊന്നും നിന്നിട്ടില്ല കേട്ടോ അമ്മ.